ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ വീഡിയോ ഇട്ട ടൈം മുതൽ ഞങ്ങളോട് എല്ലാവരും ചോദിക്കുന്നത് ഞങ്ങളുടെ ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയെ പറ്റി ചോദിക്കുന്നത് ഞങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയായിരുന്നു, പെട്ടെന്ന് കെട്ടാനുള്ള കാരണം എന്തായിരുന്നു, ഇതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയാമെന്ന്, പാർട്ടായിട്ട് ഒക്കെ പറയാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ലവ് സ്റ്റോറി എങ്ങനെയാണെന്ന് പറയാം, സെക്കൻഡ് പാർട്ട് കെട്ടാനുള്ള കാരണം തൊട്ട് നമുക്ക് ചെയ്യാം. ഞങ്ങൾ അങ്ങനെ ചെയ്തിടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് മൊത്തം ഫോട്ടോ ഒക്കെ വെച്ച് ഒരു ഓൺ വോയിസ് ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ ഫോട്ടോയും കാണാം, അപ്പം നിങ്ങൾക്കും ബോറടിക്കത്തില്ല എന്ന് വിചാരിക്കുന്നു. ഓൺ വോയിസിലെ ഒരു സ്ലൈഡ് ഷോ പോലെ ഞങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാണെന്ന് പറഞ്ഞു ഞങ്ങൾ തരാം. അപ്പം നിങ്ങൾ പോയി കണ്ടിട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം വഴി ഞങ്ങൾ പരിചയപ്പെട്ട് അങ്ങനെ ഇഷ്ടത്തിലാവുന്നതാണ്. അതായത് ഇൻസ്റ്റാഗ്രാം വഴി ആദ്യം മെസ്സേജ് കമ്പനിയായി, പിന്നെ പുള്ളിക്കാരൻ എന്ന് പറയുന്നതിനെ പ്രപ്പോസ് ചെയ്യുന്നത്. ഒരു ദിവസം ഇങ്ങനെ രാത്രിയിൽ എനിക്കിതുപോലെ ഇഷ്ടമാണ്, ഐ ലവ് യു ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഞങ്ങളെ നെറ്റ് ഓഫ് ആക്കി ഞാൻ രാജ്യമേ വിട്ട്. പുള്ളിക്കാരനെ ഞാൻ പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ പിന്നെയും 11 മണിക്ക് ആ സമയത്തൊക്കെ എണീക്കുന്ന കൊറോണ ടൈമാണ്, ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് രാത്രി ക്ലാസ് ഇല്ലെന്നല്ല, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഓൺലൈൻ ക്ലാസ് ഉണ്ട്. 3 മണിയാകുമ്പോൾ രാത്രി കിടന്നുറങ്ങും. അന്ന് എണ്ണിക്കുന്നത് 12 മണി 1 മണിയൊക്കെ ഉച്ചയ്ക്കായിരിക്കും എണ്ണിക്കുന്നത്. ആ ടൈമിൽ ഞാൻ ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം നോക്കുമ്പം എന്തുവാ റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടേക്കുക. അന്നേരം ഇവിടെ ഡയലോഗുണ്ട്, എനിക്ക് 3 കൂട്ടുകാരന്മാരുണ്ട്, ആ കൂട്ടുകാരന്മാർ സമ്മതിച്ച ഞാൻ സാർ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിനക്ക് ഇഷ്ടമാന്ന് ചോദിച്ചു. എനിക്കൊന്നും ഇഷ്ടമല്ലെന്നല്ല. ആ സമയത്ത് ഇങ്ങനെ നമ്മൾ ഷോ ഇടുമല്ലോ, ഷോയെന്നല്ല ആരാ എന്താണെന്നൊന്നും അങ്ങനെ വല്ലായിട്ടൊന്നും അറിയത്തില്ല. ആകെപ്പാടെ മെസ്സേജ് അയച്ചുള്ള ഒരു പരിചയം മാത്രം. പിന്നെ പുള്ളിക്കാരൻ ആദ്യമായിട്ട് വിളി വെച്ചാൽ ഒരു മുഖമുള്ള ഒരു ഫോട്ടോ കാണിച്ചു. ഞാൻ ആ സമയത്ത് ഹെൽമെറ്റ് ഉള്ള ഫോട്ടോ മാത്രമേ എടുത്തുള്ളൂ. ഞാൻ ആകെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ഫേസാണ്. ആ ഫോട്ടോ കണ്ടാൽ എനിക്ക് പിന്നെ മുടി ഉള്ളവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു സമയത്ത് മുടി ഉള്ളവരെന്ന് വെച്ചാൽ പ്രാന്ത. അങ്ങനെ കേട്ടോ ആ ഒരു ഫോട്ടോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഫേസുള്ള. എന്നിട്ട് എന്താ ഇതുപോലെ പുള്ളിക്കാരൻ ഇങ്ങനെ മെസ്സേജ് അയച്ച് ഞാൻ പിന്നെ കുറച്ച് നാളിങ്ങനെ പുറകെ നടത്തിയിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. കുറച്ച് നാളൊന്നും നടത്തിയില്ല, ഞാനൊരു നവംബറിൽ പുറകിൽ നടക്കാൻ തുടങ്ങി. ഡിസംബർ 4 രാത്രി ആയപ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കി. ഞാൻ ഈ മെസ്സേജ് ഇട്ട് ഓടി. 5 അവൾ ഇഷ്ടമെന്ന് പറഞ്ഞു. ഇഷ്ടമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി കാണാനും സംസാരിക്കാനും വേണ്ടിയിട്ടുള്ള ടാറ്റു അടിച്ചു കൊടുത്തു. 2 പേരും പോയി ടാറ്റു അടിച്ചു, കപ്പിൾ ടാറ്റു അടിച്ചു. ടാറ്റു അടിക്കുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എനിക്ക് ടാറ്റു അടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ സെറ്റാക്കി കപ്പിൾ ടാറ്റു പോയി അടിച്ച്. പിന്നെ വീട്ടിലത് പൊക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ എൻ്റെ പേര് കയ്യിൽ ടാറ്റു അടിച്ചു. അങ്ങനെ അതെല്ലാം ഈ സ്റ്റോറി ആക്കിയിട്ട് ഓരോരുത്തരും ഷെയർ ചെയ്ത് കൊടുത്താൽ പൊക്കിയത്. പിന്നെ അങ്ങനെ ഫോട്ടോ ഇടിയിലൊക്കെ അങ്ങ് നിർത്തി. പിന്നെ മൊത്തം ഹെൽമെറ്റ് ഒക്കെ വെച്ചുള്ള ഫോട്ടോകൾ മാത്രം പിന്നെ ഹെൽമെറ്റ് ആയി. അങ്ങനെ ഇവളുടെ ഫേസ് ഉള്ള ഫോട്ടോ എല്ലാം കളഞ്ഞ് ഹെൽമെറ്റ് ഫോട്ടോകളാക്കി മൊത്തം ഇൻസ്റ്റയില്. അങ്ങനെ ഞങ്ങൾ റൈഡേഴ്സ് ആക്കി മാറ്റി ഇവിടെ. ഞാനങ്ങ് അങ്ങനെ ഹെൽമെറ്റ് ഉള്ള ഫോട്ടോ കാരണം വീട്ടിൽ പൊക്കാതിരിക്കാൻ വേണ്ടി വീട്ടിൽ പൊക്കി. അങ്ങനെ പൊക്കി കഴിഞ്ഞ് പിന്നെ ഒരു സീൻ വെക്കണ്ടെന്ന് ചൊല്ലിയിട്ടാണ് ഞങ്ങൾ ഹെൽമെറ്റ് ഉള്ള ഫോട്ടോ ഒക്കെ വെച്ച് തുടങ്ങിയത്. പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങാനൊന്നും പോകണ്ടേ. അതിന് കോളേജിൽ കയറി കഴിഞ്ഞ് പിന്നെ ഷൂട്ട്, ഓരോ സ്ഥലങ്ങള്, അങ്ങനെ നമ്മൾ അടുത്തുള്ള നമുക്ക് ഒരു ദിവസം കൊണ്ട് പോയിട്ട് വൈകിട്ട് വീട്ടിൽ കയറാൻ പറ്റുന്ന. രാവിലെ ഒരു 9 മണിയാകുമ്പോൾ ഇവിടെ വരും, വൈകിട്ടൊരു 5 മണിയാകുമ്പോൾ വീട്ടിൽ കയറണം. ആ ടൈമിങ്ങിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ മിക്ക ദിവസങ്ങളും ഷൂട്ടായിരുന്നു. ഓരോ ദിവസം ഓരോ ഷൂട്ട്, ഫോട്ടോകള് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി ഓരോ ഫോട്ടോകള്. അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു ലവ് സ്റ്റോറിയാ. അതായത് കറക്കം ചെറുതായാലും എല്ലാവരും വിചാരം ഞങ്ങളുടെ വീട്ടിലെല്ലാം സെറ്റാണ്. കാരണം ഞങ്ങളുടെ നടപ്പൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വിളിക്കും വീട്ടിലൊക്കെ സെറ്റാണ്. കാരണം എന്നും കറക്കം. അങ്ങനെ നാട്ടുകാരെല്ലാം കാണിച്ച് അങ്ങനെ ഇടും. പക്ഷെ വീട്ടുകാരെ മൊത്തം ബ്ലോക്കാ ഇൻസ്റ്റയില്. വീട്ടുകാരെ അറിയാവുന്നവരെല്ലാം ബ്ലോക്കാ. എല്ലാരെയും ബ്ലോക്കാക്കി. കാര്യം വീട്ടിൽ അങ്ങനെ 2-3-4 വട്ടം അങ്ങനെ പൊക്കിയിട്ടുണ്ട്. പിന്നെ അവസാനം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അത് നമ്മുടെ ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് ആയിരുന്നു കൊടുക്കുന്നത്. അങ്ങനെ ഓരോ മാസം ഇടവിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വീട്ടിലറിയുന്നുണ്ടായിരുന്നു. പിന്നെ അവസാനം കിട്ടിയ പണിയില്ല ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. അത് ഞാൻ അടുത്ത പാർട്ടിൽ പറയാം. വലിയ കഥയൊന്നുമില്ല ഞങ്ങൾക്ക്. പിന്നെ നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് വരുന്നത് വരെ ബൈ ബൈ.